വെൽക്കം ബാക്ക്. ഇതൊരു ഈവനിങ് വ്ളോഗ് കേട്ടോ. അപ്പോൾ കുറേ കാലമായിട്ടോ നമ്മൾ വോയിസ് ഓവറൊക്കെ ചെയ്തിട്ട്. അപ്പോൾ വേറൊന്നുമില്ല, മടിയാണ് വോയിസ് ഓവറൊക്കെ ചെയ്യാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു ഈവനിങ് വ്ളോഗിന് ഒന്ന് ഇതാക്കിയാലോ, ഒന്ന് വോയിസ് ഓവർ കൊടുത്താലോ എന്ന് വിചാരിച്ചു. ഇപ്പോൾ ഞാൻ എൻ്റെ ഫേസ് ഒന്ന് നല്ല ക്ലീൻ ആയിരിക്കാൻ വേണ്ടി ഫേസ് വാഷ് അപ്ലൈ ചെയ്യാം കേട്ടോ. എനിക്ക് ഈ പിമ്പിൾസ് ഉണ്ടായതുകൊണ്ട് നല്ല ഓയിൽ സ്കിൻ ആട്ടോ. അപ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഫേസ് വാഷ് യൂസ് ചെയ്യണമെന്നാണ് ഡോക്ടേഴ്സൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു ഷൂട്ട് ചെയ്യുന്നത് പറഞ്ഞാൽ ഒരു 3 മണി 3:30 ആയിട്ടുണ്ട് കേട്ടോ. ആ ടൈം മുതൽച്ചാട്ടോ ഷൂട്ടിങ് തുടങ്ങിയിട്ടുള്ളത്. ഇന്ന് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ, നല്ല തണുത്ത കാറ്റ് കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ചെടികൾക്കൊക്കെ വേണം നനച്ചു കൊടുക്കാം. മഴ പെയ്യാൻ സാധ്യതയുണ്ട്, എന്നാലും ഞാൻ ചെടികൾക്ക് നനച്ചു കൊടുക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയും കാലം നമുക്ക് നല്ല ചൂടായിരുന്നു, പൊരിഞ്ഞ ചൂടായിരുന്നു കേട്ടോ. കേരളം കത്തുകയാണെന്നൊക്കെയാണ് ഓരോരുത്തരും പറയുന്നത്. അപ്പോൾ ഞാനിവിടെ ഈവനിങ് സ്നാക്സ് ആയിട്ട് മാംഗോ കട്ട് ചെയ്ത് കഴിക്കാം കേട്ടോ. ഇപ്പോൾ മാംഗോ സീസണൊക്കെ ആയതുകൊണ്ട് കുറേ മാംഗോസൊക്കെ നമ്മളെ വീട്ടിലുണ്ടാവും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് മാംഗോ കട്ട് ചെയ്ത് കഴിക്കാമെന്ന്. പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട്. അതിന് തന്നെ നിങ്ങളോട് താങ്ക് യു വെരി മച്ച്. ബിക്കോസ് നിങ്ങൾ കാരണമാണ് എനിക്കിപ്പോൾ 100 സബ്സ്ക്രൈബേഴ്സ് വരേക്കും എത്താൻ പറ്റിയത്. നിങ്ങളുടെ സപ്പോർട്ടും കാരണത്തിലാണ് എനിക്കിപ്പോൾ വീഡിയോസ് ഇടാനും കുറച്ച് താല്പര്യം പോലെ വരുന്നത്. അപ്പോൾ താങ്ക് യു വെരി മച്ച് ഗൈസ്. നിങ്ങളുടെ കമൻസൊക്കെ കാണുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എല്ലാവർക്കും കമൻറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്. നിങ്ങളുടെ വില കൂടിയ കമൻസിന് ഞാൻ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നു. എന്തെങ്കിലുമൊക്കെ ഇതേപോലെ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ടോപ്പിക്സ് ആയിട്ട് എന്തെങ്കിലും ചേർക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് മിൽക്ക് മെയ്ഡ് ജസ്റ്റ് ഇടാമെന്ന്. അപ്പോൾ പിന്നെ അതൊക്കെ കഴിച്ചിരുന്നു. ഇന്നത്തെ കാലാവസ്ഥ ഒരു നല്ലൊരു കാലാവസ്ഥ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും എൻ്റെ കസിനും ഇപ്പോൾ ഭയങ്കര മഴയൊക്കെ ജസ്റ്റ് ചെറിയ ചാറ്റൽ മഴയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളിങ്ങനെ കറങ്ങി നടക്കും. പിന്നെ ചെറിയൊരു ഔട്ടിങ്ങും ആവാൻ വിചാരിച്ചു. ഞങ്ങൾ രണ്ടുപേരും പുറത്തേക്ക് കറങ്ങാൻ വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ ടൈം എന്ന് വെച്ചാൽ ഒരു 6:30 ആവാനായിട്ടുണ്ട് കേട്ടോ. എന്നാലും ഞങ്ങൾ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല അടിപൊളി ക്ലൈമറ്റ് ആയതുകൊണ്ട് നല്ല രസമായിരുന്നു കേട്ടോ. നല്ല തണുത്ത കാറ്റ് അടിച്ച് ചില്ലായിട്ട് നടക്കുകയായിരുന്നു കേട്ടോ. പിന്നെ വീട്ടിലെത്തിയതിന് ശേഷം ഉമ്മ ഉണ്ടാക്കിയായിരുന്നു ബനാന കേക്ക്, അതും കഴിച്ചു. പിന്നെ ഞാൻ ടെറസിൻ്റെ മുകളിൽ ജസ്റ്റ് കയറിയതാണ്. അപ്പോൾ അടിപൊളി കാഴ്ച കണ്ടപ്പോൾ ജസ്റ്റ് വീഡിയോ എടുത്തായിരുന്നു കേട്ടോ. പിന്നെ വിചാരിച്ചു ജസ്റ്റ് നൂഡിൽസ് ഉണ്ടാക്കാമെന്ന്. നിങ്ങളിപ്പോൾ ഒരു ഷോർട്സിൽ കണ്ടിരുന്നു കേട്ടോ, നല്ലൊരു വെറൈറ്റി റെസിപ്പി, ഒരു ലൈക്ക് കൊറിയൻ നൂഡിൽസിനൊക്കെ ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അത് വെച്ച് ട്രൈ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ അത് ഉണ്ടാക്കി വിചാരിച്ചു. നിങ്ങൾക്കാണെങ്കിലും റെസിപ്പി ആണെങ്കിൽ ഇവിടെ ഞാൻ കൊടുക്കാം കേട്ടോ സ്ക്രീനിൽ. എന്നോട് കുറച്ച് ആൾക്കാരൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ സ്ക്രീനിലൊക്കെ വിടാൻ. അപ്പോൾ അത് വിടണേ, അപ്പോൾ അതിനൊക്കെ വിടണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു. നൂഡിൽസ് പറഞ്ഞാൽ ഭയങ്കര സ്പൈസി നൂഡിൽസ് ആട്ടോ. നമ്മൾ എത്ര ചില്ലി പൗഡർ ആഡ് ചെയ്യുന്നു അത്രയും സ്പൈസിയാണ്. നിങ്ങൾക്ക് സ്പൈസി വേണ്ടെങ്കിൽ നിങ്ങൾ ചില്ലി പൗഡർ കുറച്ച് ആഡ് ചെയ്താൽ മതി കേട്ടോ. ആ വീഡിയോയിലൊക്കെ നല്ല സ്പൈസി ആയിട്ടാണ് മേക്ക് ചെയ്യുന്നത്. പിന്നെ എനിക്ക് സ്പൈസി ഫുഡ്സൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ സ്പൈസ് ആയിട്ടാണ് കേട്ടോ നല്ല ചില്ലി പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാട്ടോ ഈ റെസിപ്പിയിലുള്ള നൂഡിൽസ് കഴിക്കാൻ. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കഴിക്കാറുണ്ട്. അപ്പോൾ പിന്നെ വീടൊക്കെ കഴിച്ചിരുന്നു. ഇതൊരു ചെറിയൊരു ഈവനിങ് വ്ളോഗ് ആയതുകൊണ്ട് ഇത്രയൊക്കെ ഉള്ളൂ. ലൈക്ക് ഒരു ലേസി ഈവനിങ് വ്ളോഗും പറയാൻ പറ്റും കേട്ടോ. പറയാൻ പറ്റുമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈവനിങ് വ്ളോഗ്. അപ്പോൾ ഇഷ്ടപ്പെട്ട തീർച്ചയായും കമൻറ്റ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഗായ്സ്. സപ്പോർട്ട് മീ ഗായ്സ്. ബൈ.